ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്തിരുന്നത്. എക്സ്പെൻഡിച്ചറിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി. ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും യൂണിയൻ ടെറിറ്ററീസ് ആയാലും 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് കീപ്പ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് അക്കൗണ്ട്, ടൈപ്സ് ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ്. ടൈപ്സ് ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ് ഇന്ത്യൻ ഭരണഘടനയുടെ 266(1), 266(2), 267(1)(2) അനുച്ഛേദം പ്രകാരം, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 266(1), 266(2), 267(1 and 2) ആർട്ടിക്കിൾസ് പ്രകാരം all state governments, central government and union territories must maintain 3 types of accounts. That is, first one is consolidated fund, second one is contingency fund, and last and third one is public account or public fund. 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 266(1), 266(2), 267(1) 2 അനുച്ഛേദ പ്രകാരം കീപ്പ് ചെയ്യേണ്ടത്. അത് ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും, അത് സെൻട്രൽ ഗവൺമെന്റിനായാലും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കായാലും യൂണിയൻ ടെറിറ്ററീസിനായാലും ഈ 3 തരത്തിലുള്ള അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള അധികാരം ഉള്ളൂ. ഭരണഘടന അനുശാസിക്കുന്നത് അതാണ്. അതിൽ മുൻകാലങ്ങളിൽ 370 ആർട്ടിക്കിള് അമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം, 370 അനുച്ഛേദം എന്ന് പറയുന്നത് സ്പെഷ്യൽ റൈറ്റ്സ് ടു സ്പെഷ്യൽ പ്രിവിലേജസ് ടു ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും യൂണിയൻ ടെറിറ്ററീസിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും ആണ് ഭരണഘടനാ പ്രകാരം ഈ 3 അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ ഒന്നാമത്തേതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. ദി വേർഡ് ഇറ്റ് സെൽഫ് യു ക്യാൻ ഈസിലി റിയലൈസ് വാട്ട് ഈസ് എ കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കൺസോളിഡേഷൻ means a coordination. All the revenues, all government money received from various persons through rent, rate, taxes, and all revenues must be credited or accounted in this consolidated fund. That is consolidation. സഞ്ചിത നിധി, മലയാളത്തിൽ അതിനെ പറയുന്ന പേരാണ് സഞ്ചിത നിധി. സർക്കാരിൻ്റെ എന്തെല്ലാം വരുമാനങ്ങളുണ്ടോ, all revenues, it comprises of all revenues. It comprises of all the revenues received by government together with all the receipt of loans raised by government and money received by government on account of loans and advances. So what is a consolidated fund? As per rule as per article 266 and Indian constitution 266(1) and 2, then another rules, this financial rules and budget manual, then account rules. Consolidated fund means all revenues. It comprises all the revenues received by government together with all the receipts of loans raised by government and the monies received by government on account of repayment of loans. സർക്കാരിന് കിട്ടുന്ന എല്ലാ പണവും, സർക്കാരിൻ്റെ എല്ലാ പണവും, എല്ലാ റവന്യൂ എന്ന് പറയുമ്പോൾ
ആ റവന്യൂ എന്തൊക്കെയാണ്? ഓൾ റവന്യൂസ്, സർക്കാരിന്റെ നികുതി വരുമാനങ്ങൾ എല്ലാം. അതുപോലെ തന്നെ സർക്കാർ കാലാകാലങ്ങളിൽ കടം വാങ്ങും. ഓൾ റവന്യൂസ്, ദെൻ ടുഗദർ വിത്ത് ഓൾ ദി റെസിറ്റ്, എല്ലാവരും ടുഗദർ വിത്ത് ഓൾ ദി റെസിറ്റ്സ് ഓഫ് ലോൺസ് റൈസ്ഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ലോണുകൾ റൈസ് ചെയ്യും. ലോണുകള്, കടപ്പത്രങ്ങള്, പൊതുജനങ്ങളിൽ നിന്നും കടപ്പത്രങ്ങള് വാങ്ങും. അതുപോലെ തന്നെ ഡേ ടു ഡേ ദൈനംദിന ചെലവുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, to meet the day-to-day expenses of the government, they are raising loans and advances from public. അങ്ങനെയുള്ള എല്ലാ ലോൺസ് ആൻഡ് അഡ്വാൻസസും പൊതുജനങ്ങളിൽ നിന്നും വാങ്ങി വരവ് വയ്ക്കും. ആ വരവ് വെച്ചിട്ട് അതിന്റെ റീപേയ്മെന്റ് പൊതുജനങ്ങളിൽ നിന്നും കടം വാങ്ങുകയും ആ എമൗണ്ട് പൊതുജനങ്ങൾക്ക് ആയിട്ടല്ലാതെ സർക്കാരിന്റെ തന്നെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ലോൺ കൊടുക്കുമ്പോൾ ആ ലോണിന്റെ റീപേയ്മെന്റും ഈ സഞ്ചിത നിധിയിലാണ്, ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് വരവ് വയ്ക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ടാണ് സർക്കാരിന്റെ, ഏതു സർക്കാരുകളുടെയും, ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ്, 3 തരത്തിലുള്ള സർക്കാരുകളാണ്. സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ, ദെൻ സംസ്ഥാന സർക്കാരുകള്, അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്. ഈ 3 തരത്തിലുള്ള അതോറിറ്റീസിന് അല്ലെങ്കിൽ ആ പോർട്ട്ഫോളിയോയില് എല്ലാ കാര്യങ്ങളും, എല്ലാ വരവുകളും സർക്കാരിന്റെ ഇറ്റ് കംപ്രൈസസ് ഓൾ റവന്യൂസ്. ഇറ്റ് കംപ്രൈസസ് ഓഫ് ഓൾ റവന്യൂസ്, all the receipts received by government together with all receipts of loans and advances raised by government in various ways. പലതരത്തിലുള്ള സർക്കാരിൽ നിന്നും, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വെയ്സ് ആൻഡ് മീൻസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വെയ്സ് ആൻഡ് മീൻസ് ലോണുകൾ വാങ്ങും. ഇതെല്ലാം വരുന്നത് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ്. അപ്പൊ കൺസോളിഡേറ്റഡ് ഫണ്ടാണ് സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ. 1 രൂപ പോലും സർക്കാരിന്റെ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചെലവഴിക്കണമെങ്കിൽ സാങ്ഷനും വേണം, ബഡ്ജറ്റും വേണം, പ്രൊവിഷനും വേണം. 1 രൂപ പോലും ഇതിൽ നിന്നും, ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചെലവഴിക്കണമെങ്കിൽ സാങ്ഷൻ വേണം, അതുപോലെ തന്നെ പ്രൊവിഷൻ വേണം. 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ സാങ്ഷനും പ്രൊവിഷനും ഞാൻ ഇതിന് തുടർന്ന് പറയുന്നതാണ്. പക്ഷേ സർക്കാരിൻ്റെ 3 തരത്തിലുള്ള വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ഇൻ ഗവൺമെൻറ് അക്കൗണ്ട്സ്. ഗവൺമെൻറ്റിൽ 3 ടൈപ്സ് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ കോഡിലോ അല്ലെങ്കിൽ ബഡ്ജറ്റ് മാനുവലിലോ അക്കൗണ്ട് ടെസ്റ്റിന് ചോദ്യങ്ങൾ ചോദിക്കും. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ്? 3 types: consolidated fund, contingency fund, then public account or public fund. അപ്പോൾ ഈ വാക്കുകൾ നോക്കുമ്പോൾ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ, ഏതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെയും സംസ്ഥാന ഗവൺമെൻറ്റുകളെയും അതുപോലെ തന്നെ യൂണിയൻ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനെയും നിലനിർത്തുന്ന ഫണ്ട് ഏതെന്ന് ചോദിച്ചാൽ കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. സ്റ്റേറ്റ് എക്സ്ചെക്കർ ഓർ സെൻട്രൽ എക്സ്ചെക്കർ, സെൻട്രലിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ ഖജനാവ്. എക്സ്ചെക്കർ മീൻസ് ഖജനാവ്, അല്ലെങ്കിൽ റിപ്പോസിറ്ററി. നിങ്ങൾ ഈ വാക്ക് എവിടെയെങ്കിലും കേട്ട് കാണും. റിപ്പോസിറ്ററി മീൻസ് ഭണ്ഡാരം അല്ലെങ്കിൽ ഖജനാവ് എന്നുള്ള അർത്ഥം തന്നെയാണ്. സ്പാർക്ക്, ആ സ്പാർക്കിന്റെ ഫുൾ ഫോമിൽ തന്നെ ആ വാക്കുണ്ട്. സ്പാർക്ക് എന്തെന്നാ? സ്പാർക്ക് നിങ്ങൾ പഠിച്ചു കാണും. അപ്പോൾ ഈ റെസ്പോസിറ്ററി എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് അത് സംസ്ഥാന ഖജനാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓൾ റെസിപ്റ്റ്സ്. അതിനോടൊപ്പം തന്നെയാണ് ലോൺസ് റേസ്ഡ് ബൈ ഗവൺമെന്റ് ആൻഡ് ദി മണി റിസീവ്ഡ് ബൈ ഗവൺമെന്റ്
ഓൺ അക്കൗണ്ട് ഓഫ് റീപേയ്മെന്റ് ഓഫ് ലോൺസ്. റീപേയ്മെന്റ് ഓഫ് ലോൺസ്, ലോൺ കൊടുത്തതിന്റെ തിരിച്ചടവ്, അതാണ് റീപേയ്മെന്റ്. പേയ്മെന്റ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ലോൺസും കൂടി അതിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടായാലും സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടായാലും യൂണിയൻ ടെറിട്ടറീസിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടായാലും അത് ഇന്ത്യൻ ഭരണഘടനയുടെ 266(1) എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ വിച്ച് ആർട്ടിക്കിൾ Indian constitution the state government or central government maintain these accounts എന്ന് ചോദിച്ചാൽ 266(1) എന്നുള്ള പ്രകാരമാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. all revenues, all revenues, all loans and advances and അതിൽ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, ഡെപ്റ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഓൾ ഡെപ്റ്റ് കടങ്ങൾ, പൊതുജനങ്ങളിൽ നിന്നും വാങ്ങുന്ന എല്ലാ കടങ്ങളും, ലോൺസ് ആൻഡ് അഡ്വാൻസസ് വരവ് വയ്ക്കുന്നത് ഏതിലാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ്. ആ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വരവ് വെച്ചിട്ടാണ് എക്സ്പെൻഡിച്ചർ ഫ്രം, അതിൽ നിന്ന് തന്നെയാണ് ചെലവ് ചെയ്യേണ്ടതും. അതിൽ നിന്നാണ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് തന്നെയാണ് എക്സ്പെൻഡിച്ചർ അതിൽ മീറ്റ് ചെയ്യേണ്ടതും അതിൽ നിന്ന് തന്നെയാണെന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ അവിടെ ഒരു പ്രിഫിക്സ് പറയുന്നു, സെൻട്രൽ കൺസോളിഡേറ്റഡ് ഫണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ട്, അവിടെ ഒരു പ്രിഫിക്സ് എപ്പോഴും ഉണ്ടായിരിക്കും. സെൻട്രൽ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നും സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നും യൂണിയൻ ടെറിട്ടറി കൺസോളിഡേറ്റഡ് ഫണ്ടും എന്നുമാണ് ആ റൂള് പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 266 പ്രകാരം ഉൾക്കൊള്ളുന്നത്. അപ്പൊ എല്ലാ ഫണ്ടും സർക്കാരിന്റെ എന്തെല്ലാം പണം ലഭിക്കുന്നുണ്ടോ അതൊക്കെ വരവ് വെക്കേണ്ട അതാണ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ട്. അതിൽ വരവ് വെച്ചതിന് ശേഷമാണ് ചെലവ് ചെയ്യേണ്ടത്. അപ്പൊ സർക്കാരിന്റെ നികുതിപ്പണം, സർക്കാരിന് കിട്ടുന്ന എല്ലാ വരുമാനവും എന്തൊക്കെയായിരുന്നാലും ഏത് നേച്ചറിലുള്ളതിലായാലും അത് വരവ് വയ്ക്കേണ്ടത് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ്. അതാണ് സർക്കാരിൻ്റെതായിട്ടുള്ള ഫണ്ടുകൾ, സർക്കാരിൻ്റെതായിട്ടുള്ള ഫണ്ടുകളാണ് അതിൽ വരവ് വയ്ക്കേണ്ടത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് തിരിച്ചു കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന ആ ഫണ്ടാണെങ്കിൽ, പ്രധാനമായിട്ട് NPA, നാഷണൽ പെൻഷൻ ഫണ്ട്, അത് പബ്ലിക് അക്കൗണ്ടിലാണ് വരിക, സർക്കാരിന്റെ ഫണ്ടല്ല. സർക്കാരിന് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ വരവുകളും, ലൈസൻസ് ഫീസ്, റെന്റ്, റേറ്റ്, ടാക്സ്, ഫൈൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് സർക്കാരിൻ്റെ എന്തായിട്ടുള്ള റവന്യൂസ്. അപ്പോൾ ഓൾ റവന്യൂ എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് റവന്യൂ ഐറ്റം, ആ റവന്യൂ ഐറ്റംസ് ആണ് സർക്കാരിൻ്റെ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വരവ് വെക്കേണ്ടതും അതിൽ നിന്ന് ചെലവ് ചെയ്യേണ്ടതും. ദാറ്റ് ഈസ് കൺസോളിഡേറ്റഡ് ഫണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് contingency fund. Contingency means unforeseen and unavoidable expenditure. Unforeseen and unavoidable contingency അടിയന്തരമായിട്ടുള്ള അല്ലെങ്കിൽ സഞ്ചിത നിധി മാതിരി തന്നെയാണ് ആകസ്മിക നിധി, ആകസ്മിക അവധി. ക്യാഷ്വൽ ലീവിനെ പറയുന്ന പേരാണ് ആകസ്മിക അവധി, അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ടുള്ളത്. അത് അൺഫോർസീൻ ആൻഡ് അൺഅവോയ്ഡബിൾ റീസൺസ് ആകാം. ഒഴിച്ചുകൂടാൻ പറ്റാത്തതും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്തതുമായ യാദൃശ്ചികമായിട്ടുള്ള ചെലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈച്ച് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് മസ്റ്റ് മെയിൻറ്റെയിൻ a contingency fund or must create a contingency fund as a imprest. ഒരു ഇംപ്രസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു കോർപ്പസ് എമൗണ്ട് എന്ന രീതിയിൽ, ഒരു കരുതൽ നിധി എന്നുള്ള നിധിയിൽ
ഒരു എമൗണ്ട് മാറ്റിവെക്കണം. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അത് മാറ്റിവെക്കുന്നത്. നിങ്ങളുടെ എല്ലാ ഓഫീസുകളിലും ഒരു ഇംപ്രസ്ഡ് പെർമനന്റ് അഡ്വാൻസ് PA പെർമനന്റ് അഡ്വാൻസ് അല്ലെങ്കിൽ ഇംപ്രസ്ഡ് എമൗണ്ട്. ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എക്സ്പെൻസസ്, ഇറ്റ് ഈസ് ദി എമൗണ്ട് വിച്ച് ഈസ് met for the unforeseen and unavoidable expenses or unavoidable matters. അൺഫോർസീൻ ആയിട്ടുള്ള അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാദൃശ്ചികമായ ചെലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 267(1)(2) ആർട്ടിക്കിൾ പ്രകാരം 267(1)(2) ആർട്ടിക്കിൾ പ്രകാരം അനുച്ഛേദ പ്രകാരം എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും എല്ലാ യൂണിയൻ ടെറിറ്ററീസും സെൻട്രൽ ഗവൺമെന്റുകളും ഒരു ഇംപ്രസ്ഡ് എമൗണ്ട്, ഒരു കണ്ടിജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. ഓൾ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് യൂണിയൻ ടെറിറ്ററീസ്. സോ ആസ് ഫാർ ആസ് Kerala state government is concerned, the Kerala state government contingency fund. As far as Tamil Nadu state, Tamil Nadu state contingency fund. ഓരോ സംസ്ഥാനങ്ങളും 267(1)(2) ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം ഒരു കണ്ടിജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ കണ്ടിജൻസി ഫണ്ടിന്റെ കസ്റ്റോഡിയൻ സാധാരണ ചോദിക്കുക, ഹു ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് contingency fund? The custodian is, as far as state government is concerned, governor. Central government is concerned, president. Then union territory is concerned, the lieutenant governor or the administrator. So this contingency fund, the custodian is always the governor or president or lieutenant governors, and the financial matters maintained by the finance ministry of central government or state governments. അപ്പോൾ കസ്റ്റോഡിയൻ എപ്പോഴും ഇതിന്റെ കൺകറൻസ് എപ്പോഴും ഗവർണർക്കും ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയോ യൂണിയൻ ടെറിറ്ററീസിന്റെ കണ്ടിജൻസി ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് ചോദിച്ചാല് ഗവർണറാണ് കസ്റ്റോഡിയൻ എങ്കിലും തന്നെ അത് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തം ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റാണ്. അപ്പൊ ഫൈനാൻസ് സെക്രട്ടറിയാണ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് ഈ ഫണ്ടിന്റെയൊക്കെയും കാരണം ബഡ്ജറ്റൊക്കെയും അവതരിപ്പിക്കേണ്ടതും ബഡ്ജറ്റിന്റെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത് പാസ്സാക്കേണ്ട ഉത്തരവാദിത്വം അപ്രോപ്രിയേഷൻ അക്കൗണ്ടൊക്കെ പാസ്സാക്കേണ്ട ഉത്തരവാദിത്തം ഫൈനാൻസ് പോർട്ട്ഫോളിയോയ്ക്ക് ഫൈനാൻസ് മിനിസ്റ്ററിക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഫണ്ടുകളൊക്കെയും കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റാണ്. അല്ലെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അതിന്റെ എല്ലാ ചുമതലകളും എല്ലാ കാര്യങ്ങളും പാസ്സാക്കേണ്ടത് all the amount or the bill must be passed in the parliament or the legislature with the concurrence of the governor or the president, because he is the titular executive. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ബഡ്ജറ്റ് ആയാലും എന്തൊരു കാര്യം ഏത് ബില്ലും പാസ്സാക്കണമെങ്കിൽ ഗവർണറോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് അത് ഒപ്പുവെക്കേണ്ടത്. അതുകൊണ്ട് പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ ലഫ്റ്റനന്റ് ഗവർണറുടെയോ കൺകറൻസ് വിധേയമായിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടായാൽ മാത്രമാണ് ആ ഫണ്ട് ചെലവഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബഡ്ജറ്റ് പറയുമ്പോൾ ബഡ്ജറ്റിൽ പവേഴ്സ് പറയുമ്പോൾ അക്കാര്യം ഞാൻ പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ ഞാൻ പറയുന്നതിൻ്റെ കാരണം ബഡ്ജറ്റ് പറയണമെങ്കിൽ ആദ്യം ഈ 3 തരത്തിലുള്ള അക്കൗണ്ടുകളെ പറ്റി പറയണം. ആ 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ പറയുമ്പോൾ ഒന്നാമത്തേതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. ആ ഫണ്ടിൽ നിന്നും 1 രൂപ പോലും ചെലവഴിക്കണമെങ്കിൽ ബഡ്ജറ്റ് അപ്രോപ്രിയേഷൻ വേണം.
ആ ബഡ്ജറ്റ് അപ്രോപ്രിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിലാർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അതിന്റെ അനുവാദം നൽകേണ്ട പാസ്സാക്കേണ്ട അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കി ആക്ട് ആക്കണമെങ്കിൽ, അപ്രോപ്രിയേഷൻ ആക്ട് വരണമെങ്കിൽ ഗവർണറുടെ കൺകറൻസ് വേണം. ഗവർണറുടെ കൺകറൻസ് വന്ന് അത് ബില്ലായി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അതൊരു ആക്റ്റായിട്ട് മാറുന്നത്, അപ്രോപ്രിയേഷൻ ആക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് അപ്രോപ്രിയേഷൻ ആക്ടിന്റെ നടപടിക്രമങ്ങളിൽ 3 അക്കൗണ്ടുകളിൽ ഒന്നാമത്തെ അക്കൗണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്, രണ്ടാമത്തെ ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട്. ഈ കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും എല്ലാ യൂണിയൻ ടെറിട്ടറീസും സെൻട്രൽ ഗവൺമെന്റും ഈ ഭരണഘടനയുടെ 267(1)(2) അനുച്ഛേദ പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റേറ്റ് കണ്ടിജൻസി ഫണ്ട് എന്നുള്ള ഇതായിരിക്കും. അതൊരു ഇംപ്രസ്റ്റ് എന്നുള്ള ഇതാണ്. ഇംപ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കരുതൽ നിധി. കാരണം ബില്ല് ഏത് സമയം നോക്കിയാലും ആ നിധി അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഓക്കി ഫണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്, ഇതൊക്കെ മീറ്റ് ചെയ്യാനായിട്ടാ. അതൊക്കെ അൺഫോർസീൻ ആൻഡ് അൺഅവോയ്ഡബിൾ റീസൺസ്, അൺഫോർസീൻ ആൻഡ് അൺഅവോയ്ഡബിൾ റീസൺസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് മാറ്റിവെക്കുന്നത്. കോർപ്പസ് എമൗണ്ട് എന്നാണ് അതിനെ പറയുന്നത്. കോർപ്പസ്, ഈ ഇംപ്രസ്റ്റിനെ പറയുന്ന പേരാണ് കോർപ്പസ്, CORPUS, കോർപ്പസ് എമൗണ്ട്. ഈ കോർപ്പസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100 കോടി രൂപയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കണ്ടിജൻസി ഫണ്ടിന്റെ കോർപ്പസ് എമൗണ്ട്. മുമ്പ് 25 കോടിയായിരുന്നു, ഇപ്പോൾ 100 കോടി രൂപയാണ്. ആ 100 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അത് എപ്പോൾ ഏത് സമയം നോക്കിയാലും അത് അവിടെ ഉണ്ടായിരിക്കണം. ബിക്കോസ് it is an impressed and it is met for the unforeseen and unavoidable reasons. എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്ന ആ നിധിയെ പറയുന്ന പേരാണ് കരുതൽ നിധി. പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ദി കോർപ്പസ് എമൗണ്ട് ലിമിറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്? കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നൗ ഇറ്റ് ഈസ് 100 crores, 100 കോടി രൂപയാണ് അവിടെ. അത് എപ്പോൾ നോക്കിയാലും ഉണ്ടായിരിക്കണം. അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗവർണറാണ്. അതിന്റെ ടൈറ്റിലാർ എക്സിക്യൂട്ടീവ് എങ്കിലും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫൈനാൻസ് സെക്രട്ടറിയാണ് അതിന്റെ കസ്റ്റോഡിയൻ, അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ അതിന് ചെലവ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതേ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഈ എമൗണ്ട് ചെലവഴിക്കുന്നതിനും വേണം എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് കണ്ടിജൻസി ഫണ്ട്. The next public fund. So the next another type of last and most important account is public fund. The word itself means you can realize what is a public account or public fund. It is not a government money. It is not a government money. It relates to the public account. Say it is repaid on a particular period or only after an expiry date. ഒരു പ്രത്യേക കാലാവധിയിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക 20 വർഷം അല്ലെങ്കിൽ 30 വർഷം അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് വാങ്ങുന്ന ആ ഫണ്ടിനെ പറയുന്ന പേരാണ് പബ്ലിക് അക്കൗണ്ട്, പബ്ലിക് ഫണ്ട്. ഗവൺമെന്റ് ആക്ട് ആസ് എ ബാങ്കർ. പൊതുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്നും പണം വാങ്ങുന്നു, തിരിച്ചു കൊടുക്കുന്നു. ഷോർട്ട് ടൈം ലോൺസ് ഒരു ഹ്രസ്വകാല വായ്പയായിട്ട് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വരുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന് പുറമെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോൺസ് ആൻഡ് അഡ്വാൻസസ് പൊതുജനങ്ങളിൽ നിന്നും ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന ആ ഫണ്ടാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ട്രഷറികളിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വാങ്ങുന്നുണ്ട്, പൊതുജനങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്.
അപ്പോൾ ഇപ്പോൾ ട്രഷറിയിലെ FD ഇട്ട് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം 8% ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ PF സംബന്ധിച്ചിടത്തോളം PF പുത്രന്മാരുടെ ഫണ്ടല്ല, PF സാധാരണ പുത്രന്മാരുടെ ഫണ്ട് എന്നാണ് പറയുന്നത്. പുത്രന്മാരുടെയോ പുത്രിമാരുടെയോ ഫണ്ടിനെ പറയുന്നവരാണ് PF, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. അപ്പോൾ ആ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ശമ്പളത്തിന്റെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ സർവീസിൽ വരുമ്പോൾ ഞാനിത് റൂളാണ്, ഫൈനാൻഷ്യൽ കോഡിലെ റൂളാണ് പറയുന്നത്. സർവീസിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ പ്രോവിഡന്റ് ഫണ്ട്, കേരള പ്രോവിഡന്റ് ഫണ്ട് റൂൾസ്, കേരള പബ്ലിക് സർവീസസ് ആക്ടിലെ ഒരു റൂളാണ്. ആരംഭത്തിൽ തന്നെ പറഞ്ഞു കേരള പബ്ലിക് സർവീസസ് ആക്ട് ഏതാണ് ഓർമ്മയുണ്ടോ? 1968 കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968ന്റെ കീഴില് കുറെ നിയമങ്ങള്, റൂളുകള്, ചട്ടങ്ങളും ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതിലെ റൂൾസിൽ പറയുന്നതാണ് പ്രോവിഡന്റ് ഫണ്ട് കേരള റൂൾസ് 2011 പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. 2011 സർവീസിൽ വരുന്ന എല്ലാ ജീവനക്കാരും ഒരു വർഷത്തിനുള്ളിൽ സർവീസിൽ കയറി 1 വർഷത്തിനുള്ളിൽ ഈ പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ ചേരണം. ഉദാഹരണമായിട്ട് NPA നാഷണൽ പ്രോവിഡന്റ് ഫണ്ട് നാഷണൽ പെൻഷൻ സ്കീമിൽ അംഗമായിട്ടുള്ളവരും പ്രോവിഡന്റ് ഫണ്ട് ചേരണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ 1 വർഷത്തിനുള്ളിൽ ചേർന്നിരിക്കണം. ശമ്പളത്തിന്റെ 6% മിനിമം സബ്സ്ക്രിപ്ഷൻ, 6% പേയുടെ ബേസിക് പേയുടെ 6% മിനിമം സബ്സ്ക്രിപ്ഷൻ അതിലിടുന്നത്. അത് ഈ പ്രോവിഡന്റ് ഫണ്ട് റൂൾ പ്രകാരമുള്ളതാണ്. അതും സർക്കാരിന്റെ പബ്ലിക് അക്കൗണ്ടിലേക്കാണ് വരവയ്ക്കുന്നത്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചു കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്നും സർക്കാർ വാങ്ങുന്ന ഫണ്ട് അത് പബ്ലിക് അക്കൗണ്ടിൽ വരുന്നതാണ് 266(2) പ്രകാരം. അപ്പൊ പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഗവൺമെന്റ് മണി, സർക്കാരിന്റെ പണമല്ല. പക്ഷേ പൊതുജനങ്ങളിൽ നിന്നോ ജീവനക്കാരിൽ നിന്നോ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തിരിച്ചു കൊടുത്ത ഓൺ എ പർട്ടിക്കുലർ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ്, ഒരു പ്രത്യേക കാലാവധിക്കുള്ളിൽ തിരിച്ചു കൊടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഷോർട്ട് ടേം അഡ്വാൻസസ്, അതുപോലെ തന്നെ റിസർവ് ഫണ്ട്, ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ബാലൻസ് ആയിട്ടുള്ള റിസർവ് ഫണ്ടും സർപ്ലസും ഈ പബ്ലിക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ പബ്ലിക് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ വരുന്ന സ്മോൾ സേവിങ്സ്, റിസർവ് ഫണ്ട്, ഡെപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസസ്, സസ്പെൻസസ് ആൻഡ് മിസ്ലേനിയസ്, റെമിറ്റൻസ്, ക്യാഷ് ബാലൻസസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ പബ്ലിക് അക്കൗണ്ടിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 266(2) പ്രകാരം 266(1) കൺസോളിഡേറ്റഡ് ഫണ്ട്. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വകുപ്പുകൾ ഓർക്കാൻ വേണ്ടി ഓർഡറിൽ പറയുമ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് 266(1), പബ്ലിക് അക്കൗണ്ട് 266(2), അതുപോലെ തന്നെ കണ്ടിജൻസി ഫണ്ട് 267(1)(2). അപ്പോൾ 3 അക്കൗണ്ടുകളാണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സർക്കാരിൻ്റെ എല്ലാ വരവുകളും വരവയ്ക്കുന്നത്, അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഫണ്ടുകൾ, അൺഫോർസിൻ ആൻഡ് അൺഅവോയ്ഡബിൾ റീസൺസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ, ഇതെല്ലാം ഈ ഇങ്ങനെയുള്ള 3 അക്കൗണ്ടുകളിലാണ് അതാതിൻ്റെ നെയ്ച്ചറും മെറിറ്റും അനുസരിച്ച് അത് വരവയ്ക്കുകയും അതിൽ നിന്ന് തന്നെ ചെലവ് ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഈ 3 അക്കൗണ്ടുകൾ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ ചെലവ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അത് അടുത്ത സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം.